നാളെയാണ് പുന്നമടയിൽ നെഹ്റു ട്രോഫിയുടെ ഫിനിഷിംഗ് എങ്കിൽ ആ ഫിനിഷിംഗ് പോയിന്റിൽ കാര്യങ്ങളെല്ലാം തയ്യാറാണോ എന്ന് നോക്കാൻ നമ്മുടെ ശരത് എസ് നിൽക്കുന്നുണ്ട്. സെന്റ് പയസ് ചുണ്ടനിൽ കയറി അർജുൻ മട്ടന്നൂർ പോയിട്ടുണ്ട്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ അടുത്താണ് അലി അക്ബർ ഷാ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ 3 പ്രമാണിമാരും ഇതാ നിരന്നു കഴിഞ്ഞു. ഇത് ഇന്നത്തേത് വെറും ഒരു ടീസർ മാത്രമാണ്. യഥാർത്ഥ പടം നാളെ വരാൻ പോകുന്നതേ ഉള്ളൂ, അല്ലേ ശരത്? ഗുഡ് ഈവനിംഗ് സുജിയ. ആലപ്പുഴ അല്ലെങ്കിൽ പുന്നമട കായലിന് തീപിടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കായലും കരയും ഒരു പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. ആ രീതിയിൽ എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണുന്നത് തൊട്ടുപുറം VIP പവലിയനാണ്. അവിടെ അടക്കം അതിന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഈ കാണുന്നത് ഫിനിഷിംഗ് പോയിന്റ്. ഇവിടെയും സമാനമായ രീതിയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തായാലും നാളെ എന്നൊരു ദിവസം അത് അല്ലെങ്കിൽ ഈ ജലരാജാവാകാൻ ആർക്ക് സാധിക്കുമെന്നൊരു ആവേശത്തിലാണ്, കാത്തിരിപ്പിലാണ് ആലപ്പുഴക്കാരും വള്ളംകളി പ്രേമികളും ഒന്നടങ്കമുള്ളത്. ഇപ്പോൾ തന്നെ നിരവധി ആളുകളാണ് ഇവിടെ ഈ വള്ളംകളിയും ഇതിന്റെ ഒരുക്കങ്ങളും ഒക്കെ തന്നെ കാണാൻ ഇതിനകം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ചമ്പക്കുളം തവണ മത്സരിക്കുന്നുണ്ടല്ലോ. ഈ വള്ളംകളിയുടെ ഒരുക്കങ്ങൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. നാളെയാണല്ലോ നെഹ്റു ട്രോഫി വള്ളംകളി. അപ്പം എന്തുകൊണ്ടാണ് ഇന്നൊക്കെ ഇപ്പോഴേ വന്ന് ഇവിടെ വരിക എന്നുള്ളതാണ് ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ കുമരകം ടൗൺ ബോട്ട് ക്ലബിന് ഒരു സപ്പോർട്ട് എന്ന രീതിക്കാണ് വന്നു വെക്കുന്നത്. ഇത്തവണ ആര് വിജയിക്കുമെന്നാണ് കരുതുന്നത്? അല്ല, അത് പ്രെഡിക്റ്റബിൾ അല്ല. വള്ളംകളി പക്ഷേ വല്ലാത്തൊരു ആവേശം. അതെ ആവശ്യം. വള്ളംകളി തുടങ്ങിയില്ലെങ്കിൽ 2-3 ദിവസം മുന്നേ ഇവിടെ വന്ന് നിൽക്കും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രയൽ കാണാനൊക്കെ വരും. ഇതുപോലെ ഇത്തവണ ആദ്യമായിട്ടാണ് നേരത്തെ വള്ളംകളിയിൽ വന്നിട്ടുണ്ട്. വന്നത് കഴിഞ്ഞ വർഷം. വള്ളംകളി എന്ന് പറയുന്നത് ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക വലിയ ഓളവും ആവേശം തന്നെ. തീർച്ചയായിട്ടും. എന്തായാലും സുജയ ഈ പറയുന്നത് പോലെ ഇപ്പോഴും ഈ നിമിഷം പോലും ആളുകൾ ഈ വള്ളംകളി നടക്കുന്ന പവലിയനിലേക്കും ഫിനിഷിംഗ് പോയിന്റിലേക്കും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരുക്കങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കും. മറ്റൊരു പ്രതിസന്ധി ഉള്ളത് ഇപ്പോൾ മഴ ഇങ്ങനെ ആലപ്പുഴയിൽ തകൃതിയായി പെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അത് ശക്തി പ്രാപിച്ചു. ഇത് നാളത്തേക്ക് ഇങ്ങനെ മഴയുണ്ടായാൽ അതൊരു പക്ഷേ ഒരു ആശങ്കയുണ്ടാക്കും. വള്ളംകളി മഴയിലാകുമോ എന്നൊരു പ്രതിസന്ധിയുണ്ട്. എന്നിരുന്നാലും മഴയാണെങ്കിലും വള്ളം കളിക്കാർക്ക് അല്ലെങ്കിൽ ചുണ്ടൻ വള്ളം തുഴയുന്ന ആളുകൾക്കോ ക്ലബ്ബുകാർക്കൊന്നും തന്നെ വെള്ളവും ഒന്നും ഒരു പ്രതിസന്ധിയല്ല എന്നുള്ളതാണ്. അവർ ആവേശത്തിൽ തീ പടരുന്നത് പോലെ എന്തായാലും ഈ പുന്നമട കായലിൽ നിന്ന് വള്ളം തുഴയും. നമുക്ക് ഈ കാണുന്നതാണ്, ഇതാണ് ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ മത്സരാർത്ഥികൾ എത്തി വിജയം ആരാണ് ജയിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു വെളുത്ത തൂൺ പതിച്ചിട്ടുണ്ട്. അവിടെ വള്ളം എത്തുന്ന അതും മറികടക്കുന്നവരാണ്, ഏറ്റവും ആദ്യം മറികടക്കുന്നവരാണ് ഈ നെഹ്റു ട്രോഫി നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ കപ്പ് കൈക്കലാക്കുക. തൊട്ടുപ്പുറമാണ് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് വള്ളം ഈ കരയിലേക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വരിക. അവിടെ നിന്ന് എത്ര വേഗം എത്താൻ കഴിയുമോ അത്രയും വേഗം എത്തുക എന്നുള്ളതാണ് ഓരോ വള്ളത്തെയും ലക്ഷ്യം. വിവിധ ക്ലബ്ബുകളുണ്ട്. അവരൊക്കെ തന്നെ ഏറ്റവും ഒടുവിൽ വലിയ രീതിയിലുള്ള പരിശ്രമത്തിനൊടുവിൽ ഇന്നിപ്പോൾ 2 ദിവസമായി വിശ്രമത്തിലാണ്. പലരും ഇന്നിപ്പോൾ തുഴച്ചിലൊന്നും പരിശീലനമൊന്നും തന്നെ നടത്തിയിട്ടില്ല. ചേട്ടാ, ഇത്തവണ വള്ളംകളിയുടെ ആവേശം എങ്ങനെയാണ്? UBC കൈനരിയാണ് ഫസ്റ്റ് പ്രൈസ് അടിക്കും. അടിക്കും. കഴിഞ്ഞ തവണ PBC ആയിരുന്നു കൊണ്ടുപോയതാ ആണ്. അവരെ തോപ്പിക്കും. ഇവിടെ ഈ വള്ളം തുഴയാൻ ഞാൻ ഈ ഗസ്റ്റിനെ അങ്ങോട്ട് കയറ്റി ചേർക്കാനൊക്കെ. ഈ ഗസ്റ്റിനെ ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാനാണ്. ഹൗസ് ബോട്ടിങ് വരത്തില്ലല്ലോ. അന്നേരം അപ്പുറം കൊണ്ട് ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോകും. മഴ വള്ളംകളി വള്ളത്തിലാക്കും. നാളെ മഴയാന്ന് ലക്ഷണമാണ് കാണുന്നത്. പുതിയ ആകെ ഒരു ആശങ്ക മഴ മാത്രമാണ്. എന്നിരുന്നാലും മഴയൊന്നും ആലപ്പുഴക്കാർക്ക് ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ അല്ല. വള്ളവും ഒക്കെ ആലപ്പുഴക്കാരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നത്. അതുകൊണ്ട് തന്നെ ഈ മഴ വന്നാലും വള്ളം കളി അത് ഉഗ്രനായിട്ട് നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആലപ്പുഴക്കാരുള്ളത്. സുജയ, ഓക്കെ, ശരത്താണ് അപ്പോൾ ഈ ടീമിനെ മൊത്തം നയിച്ച് നാളെ ഇത് മുഴുവൻ കളറാക്കി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ രാവിലെ മുതൽ തന്നെ ഈ ആവേശം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും.